നമസ്കാരമുണ്ട്. ഹൊനോവർ യാത്രകൾ തുടരുകയാണ്. അപ്പോൾ അപ്സരസുകളുടെ കുളം ഒക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഹേയ് പാം ജോഗ് ഫാൾസിലേക്ക്. അപ്പോൾ ഇനി ഉള്ള യാത്ര ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജോഗ് ഫാൾസാണ്. മനോഹരിയായിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ നയാഗ്ര വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ജോഗ് ഫാൾസിലേക്ക്. രാവിലെ ഏറ്റവും ഞങ്ങളുടെ ഹോട്ടൽ മുറിയുടെ വെളിയിലേക്ക് നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിരാവിലെ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. വഴിയിൽ കണ്ട ഒരു പൂക്കടയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ സ്ഥലം ഹോട്ടൽ രാമേശ്വരം. അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അവിടെ നിന്ന് ഞങ്ങൾ നമ്മൾ ഒരു വണ്ടി ബുക്ക് ചെയ്തിരുന്നു. ആ വണ്ടി ബുക്ക് ചെയ്തിരുന്ന വണ്ടി ഇതാണ്, ഈക്കോയാണ്. ഈക്കോ വന്നു. ക്ലിൻറ്റൺ എന്നാണ് ഡ്രൈവറുടെ പേര്. പക്ഷേ ബാഗ് വെക്കാനുള്ള ഇത്തിരി സ്ഥലക്കുറവുണ്ടെങ്കിലും വളരെ ഇത്തിരി ചിലവ് കുറച്ച് പോകാനുള്ള ഒരു സൗകര്യം വിചാരിച്ചാണ് നമ്മൾ ഈക്കോ ബുക്ക് ചെയ്തത്. ഇന്നോവയ്ക്ക് ഏതാണ്ട് 5000 രൂപ പറഞ്ഞെടുത്ത് ഈ ഈക്കോയ്ക്ക് 3000 രൂപയിലാണ് അദ്ദേഹം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. നമ്മൾ പോകുന്നത് NH 69 ജോഗ് ഫാൾസിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 65 കിലോമീറ്റർ ഉണ്ട് ജോഗ് ഫാൾസ് വരെയുള്ള ദൂരം. NH 69 നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത്ര ഭംഗിയുള്ള ഒരു റോഡാണ്. NH 69 ആരംഭിക്കുന്നത് NH 66 ഹൊനാവറിൽ നിന്ന് ആരംഭിച്ച് ജോഗ് ഫാൾസും കടന്ന് സാഗര ജില്ലയും കടന്ന് ഷിമോഗ ജില്ലയും കടന്ന് നേരെ ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിൽ വരെ എത്തിച്ചേരുന്ന ഒരു ഹൈവേ ആണ് കേട്ടോ NH 69. അപ്പോൾ ആ NH 69 മനോഹരമായ യാത്രയാണ്. അതുകൊണ്ട് ആ യാത്ര നിങ്ങളൊന്ന് ആസ്വദിക്കണം, കാണണം. നല്ല രസകരമായ യാത്ര ആയതുകൊണ്ട് ആ കാഴ്ചകൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ചുറ്റും കാടുകളാണ്. അവിടെ ഇവിടെയൊക്കെ താമസക്കാരുണ്ടെന്ന് തോന്നുന്നു. ബസ് സ്റ്റോപ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അറബിക്കടലിൻ്റെ തീരത്ത് നിന്നും പശ്ചിമഘട്ടത്തിൻ്റെ മുകളിലേക്ക് ഉള്ള യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് സമതല പ്രദേശങ്ങളുമുണ്ട്, അതുപോലെ ഘാട്ട് റോഡുകളും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ്. എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്, വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കരുണാകരൻ ചിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ, ക്ലിൻറ്റൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ഇത് നമ്മൾ ശരിക്കും യാത്ര ചെയ്യുന്ന ഈ ശരാവതി ബേസിനിലൂടെയാണ് കേട്ടോ. ശരാവതിയുടെ നദിയുടെ ബേസിനാണ് ഈ പ്രദേശങ്ങളെല്ലാം. അപ്പോൾ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് ദൂരെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം. പശ്ചിമഘട്ട മലനിരയിലെ ഒരു വെള്ളച്ചാട്ടം. ഞങ്ങൾ അവിടെ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കി. ശരാവതിയുടെ ഒഴുക്കിനെതിരെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഉയരത്തിലേക്കാണ്. ശരാവതി ജോഗ് ഫാൾസിൽ നിന്നും വീണ് താഴേക്ക് ഇങ്ങോട്ട് ഒഴുകി വരുന്ന ആ വെള്ളത്തിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പച്ചപ്പാണ്. അത്യാവശ്യം രാത്രിയിൽ നല്ല മഴയും ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട് ഈ യാത്രയ്ക്ക്. വണ്ടിയിൽ AC ഉപയോഗിക്കേണ്ട, ഗ്ലാസ്സൊക്കെ താത്തി വെച്ച് നല്ല വായുവൊക്കെ കയറ്റിയാണ് പോകുന്നത്. ഇതാ പോകുന്നു നോർത്ത് വെസ്റ്റ് KRTC. നോർത്ത് വെസ്റ്റ് ഇവിടെ പല കോർപ്പറേഷനുകളുണ്ട്. അതിൽ നോർത്ത് വെസ്റ്റ് കോർപ്പറേഷൻ്റെ വണ്ടിയാണ് നമ്മുടെ തൊട്ട് പുറകെ ഈ വരുന്നത്. നോക്കി ആ വളവ് തിരിഞ്ഞ് വരുന്നതാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി, നല്ല ഭംഗി. അങ്ങനെ വന്നപ്പോഴാണ് ഇതാ ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടു. താഴെക്കൂടെ ഒഴുകുന്നത് ശരാവതിയാണ്. ഇവിടെയും ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മിസ്റ്റ് വലിയ ശബ്ദത്തിലുള്ള പുഴയുടെ ഇരമ്പലും കേൾക്കാം. അതുപോലെ നമുക്ക് മിസ്റ്റ് പൊങ്ങി വരുന്നതും കാണാനും പറ്റും. നല്ല നല്ല സുന്ദരം ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. അതൊന്ന് കണ്ട് ആസ്വദിച്ച് അത് ആ പുഴ ഒഴുകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമേ. അവിടെ ഒന്ന് കുറച്ച് ഞങ്ങളൊന്ന് ആസ്വദിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഇതാണ് വ്യൂ പോയിൻ്റ്. ഞങ്ങൾ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും 1-2 വണ്ടികളിലൂടെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് അവർ തിരക്ക് കൂട്ടിയപ്പോൾ ഞങ്ങൾ പതിയെ ഇറങ്ങി പോരുകയാണ് ചെയ്തത് കേട്ടോ. നല്ല കാട്ടിനുള്ളിലൂടെ നല്ല രസകരമായ യാത്ര. ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് വെള്ളമൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ വഴിയിൽ കണ്ട ഒരു കടയിൽ കയറി നമ്മൾ കുറച്ച് വെള്ളവും സോഡയൊക്കെ വാങ്ങി, ചെറിയ സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോയത്. അവിടെ കളമൊക്കെ വരച്ചിരിക്കുന്നു. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ചിലൊക്കെ കാണുന്ന പോലെയുള്ള വെള്ളം വരുന്നതിനുള്ള ഒരു പൈപ്പ്. അതിന് ടാപ്പൊന്നുമില്ല, വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. മലനിരയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ കട്ടപ്പന ഇടുക്കിയൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതുപോലെ വയനാട്ടിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ വെള്ളം വരുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ടാവും.
ഇതവിടെ കൃഷി നിലങ്ങളൊക്കെയാണ്. ഇതൊരു ട്രഡീഷണൽ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു അവിടുത്തെ, അതോ കളപ്പുരയാണോ എന്നറിയില്ല. ഇതൊക്കെ ഇവിടെയൊക്കെ താമസക്കാരുള്ളതാണ്. ഒരു ചെറിയ പാലം കടന്നു. വാ, അങ്ങനെ നമ്മൾ ജോഗ് ഫാൾസിൻ്റെ ആദ്യത്തെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ഇത് പ്രധാന കാഴ്ചയല്ല, അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇവിടെ ഒരു ബംഗ്ലാവിൻ്റെ വ്യൂ പോയിൻ്റ് ഉണ്ട്. PWDയുടെ IB ഉണ്ട് ഇവിടെ. അത് കർണാടക PWDയുടെ IB ഉണ്ട്. അവിടെ നിന്നുള്ള ജോഗ് ഫാൾസിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും വളരെ ത്രില്ഡാണ്. അത് തന്നെയല്ല, ഇപ്പോൾ ഒരു വലിയ മഴ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മഴ കഴിഞ്ഞതിൻ്റെ നനവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാ ഒരു നിഞ്ച ബൈക്കൊക്കെ ഇരിക്കുന്നു. ബൈക്ക് റൈഡേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വലിയ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് പക്ഷേ നമുക്ക് നടന്നു പോകാനുള്ള വാതിൽ തുറന്ന് നടക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ PWD IB. പുറകെ അവർ വരുന്നുണ്ട്. ഞങ്ങൾ പതിയെ ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആൾക്കാർ ഈ കാണുന്നത് പഴയ IB ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേരാണോ എന്നൊരു സംശയമുണ്ട്. ഇത് ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാൽ മനോഹരിയായിട്ടുള്ള ജോഗ് ഫാൾസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ജോഗ് ഫാൾസ് എന്നുള്ള പേര് വന്ന് ജോഗ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കേട്ടോ ജോഗ് ഫാൾസ് എന്ന്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലേക്ക് ഗരസപ്പ വാട്ടർഫാൾസ് എന്നായിരുന്നു, ഗരസപ്പ എന്നായിരുന്നു ഈ സ്ഥലത്തിന് പേര് പറഞ്ഞിരുന്നത്. ബ്രിട്ടീഷുകാരുടെ പല ചരിത്ര രേഖകളിലും ഗരസപ്പ എന്നാണ് പോലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഈ സ്ഥലത്തിൻ്റെ പേര് ജോഗ് എന്നായിരുന്നു. അങ്ങനെ ജോഗ് ഫാൾസായി മാറി. നമ്മളിപ്പോൾ കാണുന്നത് ശാന്തമായിട്ട് നമ്മൾ കണ്ട നദി ഒഴുകി താഴേക്ക് വീഴുന്നതാണ്. നോക്കൂ, പല ഫാൾസ് ഉണ്ട്. ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതിൽ ആ ഒരു വ്യൂ അല്ല ഇവിടെ നിന്നാൽ നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടും 4 വെള്ളച്ചാട്ടങ്ങളാണ് ഈ പറഞ്ഞ ജോഗ് ഫാൾസിലുള്ളത് കേട്ടോ. അതിലും മനസ്സ് മയക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല കാറ്റുമുണ്ടേ, എരച്ച് വീഴുന്നു. നോക്കൂ, ഏതാണ്ട് 250 മീറ്റർ താഴത്തേക്കാണ്, അതായത് 830 അടി താഴത്തേക്കാണ് ഈ വെള്ളം പതിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ പതഞ്ഞു പൊങ്ങി നീരാവി പോലെ മിസ്റ്റ് പൊങ്ങി വരുന്നതുണ്ടോ. ആ ദൂരെ കാണുന്നതാണ് പ്രധാന കാഴ്ച, പവലിയൻ. നമുക്ക് അവിടെയും പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നന്നായിട്ടൊന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. ജയൻചേട്ടനാണ് ഈ നിൽക്കുന്നത്. കൊടയും ജയൻചേട്ടനോട് ഇപ്പോൾ പറന്നു പോകുന്ന പോലെയുള്ള കാറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഈ സ്ഥലത്തും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും മുമ്പിൽ നമ്മൾ ആ ദൂരെ കണ്ട പവലിയനിലാണ് വരുന്നത്. നല്ല കാറ്റുമുണ്ട്. ഇപ്പോഴേ പോയി ഭംഗിയാണോ നോക്കി, പാറക്കടയിലൂടെ വെള്ളം പതിക്കുന്നതാണ്. ഇത് മറ്റൊരു ഫോള്. ആ പ്രധാന 4 ഫോൾസ് കൂടാതെയുള്ളൊരു ഫോളാണത്. ഈ ഫോള് നമുക്ക് അപ്പുറത്ത് നിന്നാൽ കാണാനായിട്ട് സാധിക്കില്ല എന്ന് തോന്നുന്നു. ഇവിടെ താഴേക്കൊക്കെ ഇറങ്ങിപ്പോകാൻ പല വഴികളും ഉണ്ട് കേട്ടോ. പക്ഷേ അതെല്ലാം ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അപകടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മഴക്കാലം ആയതുകൊണ്ടായിരിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മഴ വന്നു. അപ്പോൾ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ അവിടെ വന്ന് നമ്മൾ പതിയെ മഴയത്ത് കുറച്ച് നേരം നിന്നിട്ടാണ് പോയത്. ഇതാണ് ആ PWD റെസ്റ്റ് ഹൗസ്. അതിൻ്റെ പില്ലർ നോക്കി, എന്ത് ഭയങ്കര പില്ലറാണെന്ന് നോക്കി. പക്ഷേ ഇപ്പോഴും ആരും താമസമില്ലെന്നാണ് നമുക്ക് ഇവിടുത്തെ ലക്ഷണം കണ്ടിട്ട് മനസ്സിലായത്. അപ്പോൾ ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ചായയൊക്കെ കുടി കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്തു. ഇവിടുന്ന് ഏതാണ്ട് 2-3 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ ജോഗ് ഫാൾസിൻ്റെ ആ പവലിയനിലേക്ക്. അപ്പോൾ ആ വഴിയിലേക്ക് പോകാറ്. താഴെ ഒരു ട്രഡീഷണൽ കന്നഡ വീട് കൊണ്ട് ഇതായി എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു പാലം ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ പാലം എന്ന് പറയുന്നത് ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് കുറുകെയുള്ള പാലമാണിത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴും ഈ ഒഴുക്കിനെതിരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉയരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കയറി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ
നമുക്ക് ജോഗ് ഫാൾസിൻ്റെ മെയിൻ എൻട്രൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് PWDയുടെ അവിടെ നിന്ന് ഏതാണ്ട് 2-3 കിലോമീറ്റർ ദൂരത്തേക്ക് മാറിയിട്ടാണിത്. ഇതാ ഇവിടെയൊക്കെ പാർക്കിംഗ് ഏരിയകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് പൊതുവെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. വാഹനങ്ങളൊന്നും അധികം ഇവിടെ കാണുന്നില്ല. എന്താണേലും പോയി നോക്കാം. ആൾക്കാർക്ക് പോകാനായിട്ടുള്ള കൈവരിയും ഫുട്പാത്തും ഒക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല റോഡും നല്ല മനോഹരമായിട്ടുള്ള റോഡ്. ഇതായി നമ്മൾ പ്രധാന വാതിലിലെത്തിക്കഴിഞ്ഞ്. ഇതുകൊണ്ട് ഇവിടെ പുതുക്കി പണിയുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കടക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. അതാ കാണുന്ന പെട്ടിക്കട അതുപോലെയുള്ള സ്ഥലത്താണ് ടിക്കറ്റ്. ഇപ്പോൾ 20 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ്. അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ഇനി ഒരിക്കൽ വരുമ്പോൾ ഇതൊക്കെ വളരെ മനോഹരമായിരിക്കും അല്ലേ. അവിടെ നോക്കുമ്പോൾ ഇത്രയും വിശാലമാണെന്ന് നമുക്ക് തോന്നിയില്ല. പക്ഷേ ഇത് കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമായി പോയേനെ കേട്ടോ. ഇത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ പവലിയൻ മുഴുവൻ നിറഞ്ഞു നിൽക്കും. എന്താണ് ഈ മഴക്കാലത്ത് ആൾ കുറയുന്നതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. പല പവലിയനുകളിലും ഈ റാമ്പ് പോലെയുണ്ട്. റാമ്പ് എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും മുകളിലുള്ള പവലിയനിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. താഴേക്കൊക്കെ പോകുന്നത് ഇവിടെയെല്ലാം ആൾക്കാർക്ക് വന്നു നിന്ന് വ്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങോട്ടൊന്നും ഈ പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ അവിടെ വേലി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണാവുന്ന രീതിയിൽ പോയി ഇന്ന് നോക്കാം. എന്താ ഭംഗിയാ അല്ലേ. ഈ കലങ്ങിയ വെള്ളമാണ് നമ്മളിപ്പോൾ പാലത്തിൽ കൂടെ വന്നപ്പോൾ കണ്ടതായ വെള്ളം ഒഴുകി പോകുന്നതാണ്. ആ പാലത്തിന് കീഴിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളമാണ് നമ്മൾ കണ്ടത്. ശാന്തമായിട്ട് വന്ന ശരാവതി പുഴ ഇവിടെ വീണ് പതഞ്ഞ് പൊങ്ങി കലങ്ങി മറിഞ്ഞ് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നോക്കിയത് വീണ വെള്ളം മേഘം പോലെ ആകാശത്തിലേക്ക് ഉയരുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. വലിയൊരു മിസ്റ്റ് വന്ന് മൂടി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും നമുക്ക് വെള്ളച്ചാട്ടത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് 4 വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. അതിൽ ഏറ്റവും ഇടതുവശത്ത് കാണുന്നത് കിങ് ഫോൾസും രണ്ടാമത്തത് ക്യൂൻ ഫോൾസും. ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് അത് സോഫ്റ്റ് കോപ്പി അയച്ചു തരുന്ന സീനാണ് കണ്ടത്. 30 രൂപയ്ക്ക് നമുക്കിവിടെ ഫോട്ടോ എടുക്കാം. സോഫ്റ്റ് കോപ്പി അയച്ചു തരും. പ്രിൻ്റ് എടുക്കുന്നതിന് 60 രൂപ 70 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്താണ് ശിവദാസൻ അദ്ദേഹത്തിനൊരു സന്തോഷത്തിനൊരു ഫോട്ടോയൊക്കെ എടുത്തു. പുള്ളിയുടെ സന്തോഷത്തിനല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിനാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്ത് ആൾക്കാരാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ മഴക്കാലത്തും. ഈ പവലിയനുകൾ എന്തോരം പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് ആൾക്കാർ ഇവിടെ കാഴ്ചക്കാരായിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ ശരിക്കും നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റാത്ത രീതിയിൽ മിസ്റ്റും മൂടിക്കഴിഞ്ഞു. അപ്പോൾ ഈ 4 വെള്ളച്ചാട്ടങ്ങളാണ് ഇതിനുള്ളത്. അതിൽ ഏറ്റവും ഇടത്ത് സൈഡിലെ വെള്ളച്ചാട്ടത്തിന് കിങ് എന്നും, രണ്ടാമത്തേന് ക്യൂൻ എന്നും, മൂന്നാമത്തേന് റോർ എന്നും, നാലാമത്തേന് റോക്കറ്റ് എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ തിരിച്ച് പോരുവാണേ. ഇങ്ങ് വന്ന വഴി ശരാവതിയിൽ തന്നെ ഒരു തൂക്കുപാലം കണ്ടു. അതിൻ്റെ രസത്തിന് ഇറങ്ങിയതാണ്. ആ തൂക്കുപാലം കണ്ടപ്പോൾ സ്കൂട്ടറിലൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അത്യാവശ്യം വലിയൊരു തൂക്കുപാലമാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ശ്രീ ശംഭുലിംഗേശ്വര ക്ഷേത്രവും എന്നാണ് കേട്ടോ. പക്ഷേ ഇതിനടുത്ത് ക്ഷേത്രം ഉണ്ടോയെന്നറിയത്തില്ല. ഒരുപക്ഷെ ഈ പാലം കടന്നാണോ എന്നറിയില്ല. നമ്മുടെ ഈ ഭാഷയ്ക്കുള്ള പരിമിതി കാരണം പലതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അത് തന്നെ ശംഭുലിംഗേശ്വര ക്ഷേത്രമാണെന്നുള്ളത് പിന്നീടാണ് നമുക്ക് ആ ബോർഡ് അങ്ങനെയാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് പോലും. ഇന്നലെ ഒരു രസകരമായ അനുഭവമായിരുന്നു. വലിയ പാലമാണ്. ഇപ്പുറത്തേക്ക് സ്കൂട്ടറിൽ തൂക്കുപാലങ്ങളിൽ പോകുന്നത് നമ്മൾ വളരെ കുറച്ച് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള തൂക്കുപാലങ്ങളിൽ അങ്ങനെ വാഹനം ഉപയോഗിക്കുന്ന തൂക്കുപാലങ്ങളുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് ധാരാളം ആൾക്കാരെ കണ്ട് പോകുന്നുണ്ട്. ജനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അതൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. മഴക്കാലത്ത് ശരാവതി നിറഞ്ഞ് കിടക്കുകയാണ്. കടലിലേക്ക് എത്താനുള്ള വെമ്പരുമായിട്ട് പോകുന്ന ശരാവതി പുഴ.
പക്ഷേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കലക്കൽ വെള്ളമൊന്നും അത്രയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ മറ്റ് ഒരുപാട് സ്ട്രീമുകളുണ്ടല്ലോ, ശരാവതി ബേസിനാണിത്. അപ്പം ഒരുപാട് ചെറിയ ചെറിയ കൈ വഴികൾ ഉണ്ട്, അതൊക്കെ വന്നു ചേരുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഈ ശരാവതി ബേസിൻ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ശ്രീ ശംഭുലിംഗേശ്വര ക്ഷേത്രം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് തന്നെ ആൾക്കാരോട് ചോദിക്കാനും പറ്റിയില്ല. പക്ഷേ ഇവിടെ ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവർ നമ്മളെ ഓരോന്ന് വാങ്ങിക്കാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. മാങ്ങ ഒഴിച്ചത് അപ്പോഴാണ് ഇവർ രണ്ടുപേര് നമ്മുടെ നാട്ടിൽ കുലുക്കി സർബത്ത്, ആ സംഗതി ഇപ്പോൾ അവിടെയുണ്ട്. അത് കരുണാകരനും നമ്മുടെ സന്തോഷം കുടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഒരു സന്തോഷമായി പോയി എന്ന് തോന്നുന്നു സന്തോഷനും. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇനിയും അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും തിരിച്ച് ഹോനാവറിലെത്തി. ഹോനാവറിൽ നിന്നും നമുക്ക് ഉടുപ്പിയിലേക്ക് പോകണം. ഉടുപ്പിയിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ തിരിച്ച് ബുക്ക് ചെയ്തിരുന്നത്. ഉടുപ്പി ക്ഷേത്രത്തിൽ പോകണം എന്നുള്ള ധാരണയോടുകൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോനാവറിൽ തന്നെയുള്ള ഹോട്ടൽ ലാവൻഡർ എലൈറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയും നമുക്ക് ഇദ്ദേഹം വളരെ സൗമ്യനായിട്ടുള്ളൊരു വെയിറ്ററാണ്, ബംഗാളിയാണെന്നാണ് പറഞ്ഞത്. ഹാരിസ് എന്നോ മറ്റോ പേര് പറഞ്ഞു. പേരിപ്പോൾ നമ്മൾ ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ. ഇനി പുറത്തിറങ്ങി ഇനി ഒരു ഓട്ടോ വിളിക്കുക. ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വേറും 2 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും ഹോനാവർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഒരു റിട്ടേൺ ഓട്ടോ വിളിച്ചു. 2 കിലോമീറ്ററിൽ 1 കിലോമീറ്റർ താഴെയുള്ളൂ. കുറച്ച് പേര് നടന്നു പോന്നു. കരുണാകരന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്ത ഭാഗം 2 റെയിൽവേ സ്റ്റേഷനുകളാണ്, ഹോനാവർ റെയിൽവേ സ്റ്റേഷനും ഉടുപ്പി റെയിൽവേ സ്റ്റേഷനും. അതിൻ്റെ കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.